ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അനൂപ് നെല്ലിശ്ശേരിയിലേക്ക് വന്നത് കണ്ട് ദയാനന്ദ മാഷും കമലരുത്തിയും പരസ്പരം നോക്കുന്നു. എല്ലാവരും ആകെ അതിശയപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ നെല്ലിശ്ശേരിയിൽ വന്ന അനൂപിനെ വളരെ സ്നേഹത്തോടെ തന്നെ സേതുമാധവൻ പറഞ്ഞു, അനൂപ് ഇവിടെ ഇരിക്കേ. അത് കേട്ടതും അനൂപ് പറഞ്ഞു, അത് ഞാൻ വന്നത് സച്ചി ഒന്ന് കാണാനായിരുന്നു. സച്ചി ഒന്ന് പുറത്തേക്ക് വരുമോ എന്ന് അനൂപ് സച്ചിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉടനെ അനൂപ് പുറത്തേക്ക് ഇറങ്ങിയതും സച്ചി പിന്നാലെ എഴുന്നേറ്റ് പോന്നു. ഈ കാഴ്ച കണ്ടതോടെ ആതിരയ്ക്കാകെ ടെൻഷനായി. ആതിര സന്ദീപിനെ നോക്കിയപ്പോൾ സന്ദീപ് ആതിരയെ ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ കയ്യിൽ തൊട്ടു. ആ സമയത്ത് അനൂപും സച്ചിയും കൂടി പുറത്തേക്ക് പോകുന്നത് കണ്ടതോടെ മീരയെടുത്തേക്കും ആകെ ആശങ്കയായി. മീരയെടുത്തി വെപ്രാളത്തോടെ കമലയോട് പറഞ്ഞു വിളിച്ചു, അമ്മേ. അപ്പോഴേക്കും കമലയ്ക്കും അനൂപിന്റെ പെരുമാറ്റ രീതികൾ അറിയാവുന്നത് കൊണ്ട് എന്തായിരിക്കും ഇനി സച്ചിയുമായിട്ടുള്ള പ്രശ്നമെന്നുള്ള ആശങ്കയിലായി. അവിടെ ഇരുന്ന വൃന്ദാവനത്തിലെ കുടുംബാംഗങ്ങളെല്ലാം. അപ്പോഴാണ് അർച്ചന നന്ദേട്ടനുമായിട്ട് രക്ഷപ്പെട്ട് വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രദീപിനോട് അർച്ചന പറഞ്ഞു, പ്രദീപ് കുറച്ചുകൂടി വേഗം. ആ സമയത്ത് ഹരിഹരൻ അവരെ ചേസ് ചെയ്തുകൊണ്ട് തന്റെ കാറും എടുത്ത് അർച്ചനയുടെയൊക്കെ പിന്നാലെ വന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്ന സച്ചിയോട് അനൂപ് ഒന്ന് സംസാരിക്കാൻ കൂട്ടാക്കടങ്ങാൻ നിൽക്കുന്നത് കണ്ട് സച്ചി അരികിലേക്ക് വന്ന് പറഞ്ഞു, അനൂപേട്ട, അനൂപേട്ടൻ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. ഇന്ന് ഇവിടെ അച്ഛനും അമ്മയും വന്നത് ഞാൻ കൂടി അവരെ വിളിച്ചിട്ടാണ്. ഞാനാണ് അച്ഛനോടും അമ്മയോടും ഇവിടേക്ക് വരാൻ പറഞ്ഞത്. അത് വേറൊന്നും കൊണ്ടല്ല, ആതിരയെ കാണാൻ അവരുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം കാണുമല്ലോ. ആതിരയും അർച്ചനയും കാണുവാനുള്ള അവരുടെ മോഹം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛനോടും അമ്മയോടും ഇന്ന് ഇവിടെ വരാൻ ഞാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് അവരിവിടെ വന്നത്. അക്കാര്യത്തിൽ അനൂപേട്ടന് അവരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും തോന്നരുത് എന്ന് ശശി അനൂപിനോട് ആവശ്യപ്പെടുമ്പോൾ അനൂപ് പെട്ടെന്ന് പറഞ്ഞു, ശശി, ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. എനിക്ക് ആദ്യം നിന്നോട് പറയാനുള്ളത് ക്ഷമയാണ് ശശി. അത് കേട്ടതും ശശി ചോദിച്ചു, ശശിയെന്ന് എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? എന്താ കാര്യം? അത് കാര്യമുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് നന്ദി പറയാനുമുണ്ട് എന്ന് പറഞ്ഞു. എന്തിനൊക്കെയാ സച്ചിൻ എന്നോട് മാപ്പ് പറയുകയും നന്ദി പറയുകയൊക്കെ ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അനൂപ് പറഞ്ഞു, ശശി, നിന്നെ ഞാൻ ഒരിക്കലും നിനക്ക് യാതൊരു വിലയും ഞാൻ തന്നിരുന്നില്ല. ഞാൻ മുഖം തരാതെയും ഞാൻ വില കൽപ്പിക്കാതെയും തഴഞ്ഞു കളഞ്ഞ ആളാണ്. സത്യത്തിൽ എന്റെ ജീവിതത്തിനും എന്റെ കുടുംബത്തിനും തുണയായതെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വേദന തോന്നി. സത്യത്തിൽ ഇന്നേ വരെ നിന്നെ ഞാൻ ഒരിക്കലും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ കുടുംബത്തിലെ ഒരംഗമായി കരുതാൻ പോലും ഞാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും അവർ 1 രൂപ പോലും ചെലവഴിച്ചാൽ അത് വലിയ കഥയായി വലിയ കാര്യമായി കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഇന്നത്തെ കാലത്ത് ശശി, നിന്നെ പോലെ ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശശി പറഞ്ഞു, എന്താ ശശി, എന്താ അനൂപേട്ട ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനൂപേട്ടൻ എന്താ ഈ പറയുന്നത്? അനൂപേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ എന്ന് പറഞ്ഞതും അനൂപ് പറഞ്ഞു, ശശി, ഞാൻ കരുതിയിരുന്നത് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ള ആളാണ് ഞാനെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയും ഞാൻ ചിന്തിക്കുന്നതൊക്കെ ആണെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഓരോ മുറിവുകളും എൻ്റെ മനസ്സിനെ ഏൽപ്പിക്കുന്നത് എത്രത്തോളം വേദന ഉള്ള കാര്യങ്ങളാണെന്ന് അറിയാമോ? അങ്ങനെ എൻ്റെ മനസ്സ് ഇപ്പോൾ വീണ്ടും മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു. അത്രത്തോളം മുറിവേറ്റ മനസ്സുമായിട്ടാണ് ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത്. അത് കേട്ടതോടെ സച്ചി ചോദിച്ചു, എന്താ അനൂപേട്ട, അനൂപേട്ടന് എന്തെങ്കിലും പ്രശ്നം അലട്ടുന്നുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഉടനെ അനൂപ് പറഞ്ഞു, ശശി, എൻ്റെ കുടുംബത്തിന് എൻ്റെ തന്നെ ജീവിതം ഇല്ലാതാകുന്ന ആ സാഹചര്യത്തിൽ എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും ഒരുപോലെ തന്നെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്, ഈ ലോകത്തിന് മുന്നിൽ വീണ്ടും ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതും എൻ്റെ കുടുംബം തെരുവിലേക്ക് ഇറങ്ങാതെയും വൃന്ദാവനം എന്ന ആ കുടുംബം ആത്മഹത്യക്ക് പോലും തയ്യാറാകാതെ അതിൽ നിന്നൊക്കെ രക്ഷിച്ചുകൊണ്ട് വന്ന ആ ആളെ ഞാൻ മനസ്സിലാക്കി. ഇന്ന് ഞാൻ വഴിയിൽ വെച്ച് അപ്രതീക്ഷിതമായി ഒരാളെ കണ്ടു. എൻ്റെ കുടുംബം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിമിഷത്തിൽ അയാൾക്ക് ഞാൻ കൊടുക്കാനുണ്ടായിരുന്ന പണം അത്രയും കൊടുത്ത് എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച ആളെക്കുറിച്ച് അയാൾ എന്നോട് പറഞ്ഞു. അത് കേട്ടതും ശശിക്ക് കാര്യം മനസ്സിലായി. ശശി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ അനൂപ് അരികിലേക്ക് എത്തി പറഞ്ഞു, ശശി എനിക്ക് ചെയ്തു തന്ന ഈ ഉപകാരത്തിനൊക്കെ ഞാൻ നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ശശി. അത് മാത്രമല്ല, നീ വീട്ടിലെത്തുമ്പോഴൊക്കെ നിന്നെ കുത്തുവാക്കുകൾ കൊണ്ട് ഞാൻ വേദനിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം എന്ന് ശശിയോട് അനൂപ് ആവശ്യപ്പെടുമ്പോൾ ശശി അതെല്ലാം കേട്ട് അനൂപിനോട് പറഞ്ഞു, അനൂപേട്ട,
എന്നോട് അനുപേട്ടൻ ഇപ്പോൾ നന്ദിയും മാപ്പും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് വല്ലാത്ത വേദനയാ തോന്നുന്നത്. ഇപ്പോഴും എന്നോട് നന്ദി പറയാനാണ് അനുപേട്ടനോട് വന്നത്. എന്നെ ഒരു അന്യനായി എന്നെ മാറ്റി നിർത്തുന്നു എന്ന കാരണത്താലല്ലേ? സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു സഹായവും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് പണം ചെലവഴിച്ചത്. ശശിയേട്ടൻ പറഞ്ഞു, അനുപേട്ടൻ പറഞ്ഞതുപോലെ 1 രൂപ ചെലവഴിച്ചാൽ അത് ആയിരത്തേക്കാളേറെ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ചെലവാക്കിയെന്ന രീതിയിൽ കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഇന്നത്തെ ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ. എന്നാൽ ഞാൻ അങ്ങനെ പണം ചെലവാക്കിയത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. അതെനിക്ക് കൊട്ടിഘോഷിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ അനുപേട്ട. അതുകൊണ്ട് അനുപേട്ടൻ എന്നെ ഒരു അന്യനായി കാണുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേദന നൽകുന്ന കാര്യം. അതോടൊപ്പം തന്നെ എനിക്ക് അനുപേട്ടനോട് പറയാനുള്ളത്, ഇനിയും ആ കുടുംബത്തിന് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെല്ലാം ഞാൻ ഒപ്പമുണ്ടാകും. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും അതിൽ നിന്ന് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും. അത് വൃന്ദാവനം കുടുംബത്തിലെ ദയാനന്ദ മാഷിന്റെ മരുമകനായിട്ടോ അനുപേട്ടന്റെ സഹോദരി ഭർത്താവായിട്ടോ അല്ല, മറിച്ച് ഒരു മകനായിട്ട്, ഒരു കൂടപ്പിറപ്പായിട്ട്, ഒരു സഹോദരനായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് അനൂപിനോട് ശശി പറഞ്ഞു. അത് കേട്ടതും അനൂപ് ശശിയുടെ വലിയ മനസ്സ് കണ്ട് സന്തോഷത്തോടെ ശശി എന്ന് വിളിക്കുമ്പോൾ അനൂപിനോട് ശശി പറഞ്ഞു, അനൂപേട്ട, അനുപേട്ടൻ എന്താ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അപ്പോഴേക്കും അനൂപ് പറഞ്ഞു, ഞാൻ ഇത്രയും നേരം ഒരു വിധത്തിലാ പിടിച്ചു നിന്നത്, കണ്ണ് കരയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കണ്ണുനീരങ്ങനെ വരുമ്പോൾ ഉടനെ അനൂപിനോട് ശശി പറഞ്ഞു, ശശിയേട്ട മറ്റൊരു കാര്യം അറിയണം. അന്ന് എന്നോട് ഇക്കാര്യങ്ങൾ എല്ലാവരും മറച്ചു വെച്ചപ്പോൾ ഞാൻ പോലും അറിയാതെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സ്വന്തം ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ പോലും എടുത്തുകൊണ്ട് വന്ന് അനുപേട്ടന് തരാൻ തയ്യാറായവളാണ് അർച്ചന. എന്നോട് പോലും അന്ന് ആ പ്രശ്നങ്ങൾ അർച്ചന പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അത്രത്തോളം അനുപേട്ടനെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന അച്ചുവിനെ ഇങ്ങനെ ഇനിയും അകറ്റി നിർത്തരുത്. അതുമാത്രമേ എനിക്ക് അനുപേട്ടനോട് പറയാനുള്ളൂ. ആ കുടുംബത്തിന് വേണ്ടി അത്രത്തോളം സ്നേഹവും കരുതലുമുണ്ട് അച്ചുവിന്. അച്ചു ഒരിക്കലും ഒരു തെറ്റും അനുപേട്ടനോട് ചെയ്യുകയില്ല. അത് മാത്രമല്ല, അനുപേട്ടൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അനുപേട്ടന്റെ അരികിലേക്ക് എപ്പോഴും എന്നും അർച്ചന വരുന്നത് സ്വന്തം ഏട്ടനും കൂടപ്പിറപ്പിനോടുമുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. ആ മനസ്സ് വേദനിക്കുന്നത് എനിക്കറിയാം. എനിക്ക് എൻ്റെ അർച്ചനയെ തന്നത് നിങ്ങളല്ലേ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എൻ്റെ അർച്ചന. അതുകൊണ്ട് തന്നെ അർച്ചനയെ എനിക്ക് തന്നതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അനുപേട്ട. അതിന് ഞാൻ ഈ ചെയ്തതൊന്നും ഒരു പകരവുമല്ല എന്ന് പറഞ്ഞ് ശശി അവിടെ നിന്ന് പോകുമ്പോൾ അനൂപ് ശശിയുടെ മനസ്സിന്റെ നന്മ തിരിച്ചറിഞ്ഞ് ശശി തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ആകെ വിഷമത്തോടെ മറുപടിയൊന്നും പറയാനില്ലാതെ തന്റെ സഹോദരിമാരെ താൻ അകറ്റി നിർത്തുന്നതും അവരെ കുറ്റപ്പെടുത്തിയതും ശരിയായില്ല എന്ന തിരിച്ചറിവുണ്ടായതിന്റെ വിഷമത്തിലും മനസ്സിന്റെ ആ കുറ്റബോധവും ഒക്കെ കാരണം അനൂപ് സങ്കടത്തോടെ അങ്ങനെ ആ വാതിക്കൽ നിന്നു. ആ സമയത്ത് അർച്ചനയും സന്ധ്യാറോക്സും നന്ദനുമായി നെല്ലിശ്ശേരിയിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിൽ അവർ വേഗത്തിൽ കാർ ഡ്രൈവ് ചെയ്ത് അങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ പ്രദീപിനോട് വീണ്ടും വീണ്ടും വേഗം കാറ് ഡ്രൈവ് ചെയ്യാനായി അർച്ചന പറഞ്ഞുകൊണ്ടിരുന്നു. അവരെ ഫോളോ ചെയ്ത് വരുന്ന ഹരിഹരൻ അതിനിടയിൽ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് അവന്തികയെ വിളിക്കുന്നു. അവന്തികയുടെ ഫോൺ റിങ് ചെയ്ത് കട്ടാവുന്നല്ലാതെ എത്ര തവണ വിളിച്ചിട്ടും ഫോൺ അവന്തിക എടുക്കുന്നില്ല. ഇത് കണ്ടതോടെ ഹരിഹരനാകെ ദേഷ്യമായി. ഇത് എവിടെ പോയി കിടക്കുകയാണ് ഇവള് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ തിരിച്ച് വീണ്ടും തന്റെ ഡാഷ്ബോർഡിലേക്ക് വെച്ചു. ഈ സമയത്ത് വേഗം നന്ദനെ നെല്ലിശ്ശേരിയിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമായിരുന്നു അർച്ചനയ്ക്കും സന്ധ്യാറോക്സക്കും. അങ്ങനെ അവസാനം നെല്ലിശ്ശേരിയുടെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് ആ കാറ് വന്നു നിന്നു. കാറ് നിന്നത് നെല്ലിശ്ശേരി വീട് കണ്ടതോടെ നന്ദൻ വേഗം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. വളരെ ആശ്വാസത്തോടെയും സമാധാനത്തോടെയും തന്റെ വീട് ഒരിക്കൽ കൂടി ആ വാതിൽക്കൽ നിന്ന് മൊത്തത്തിലായി നന്ദൻ കണ്ടു. സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ആ വീടിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാറിൽ നിന്നിറങ്ങിയ അർച്ചനയും സന്ധ്യാറോക്സും നന്ദൻ അരികിലേക്ക് എത്തി. നന്ദേട്ടാ, കയറി വാ, അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് നന്ദനെ വിളിച്ചു. ശരിയെന്ന് പറഞ്ഞ് നന്ദൻ വളരെ സന്തോഷത്തോടെ അർച്ചനയുടെയും സന്ധ്യാറോക്സിന്റെയും കൂടെ നെല്ലിശ്ശേരിയിലേക്ക് എത്തി. നെല്ലിശ്ശേരിയുടെ ആ പടി കടന്ന് വളരെ സന്തോഷത്തിൽ തന്റെ കുടുംബത്തെ കാണുന്നതിന്റെ ആവേശത്തിലും നന്ദൻ ആ പടി കടന്ന് അകത്തേക്ക് കയറി ആ സിറ്റൗട്ടിൽ അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന വിളിച്ചു, കയറി വാ നന്ദേട്ടാ. പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുമ്പോഴാണ് അർച്ചനയും സന്ധ്യാറോക്സും അകത്തേക്ക് കയറി വന്നതും. ഉടനെ അർച്ചനയെ കണ്ട സന്തോഷത്തിൽ വേഗം കമലയെടുത്തിയും ദയാനന്ദ മാഷും അച്ചുമോൾ എത്തിയോ, മോളെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതിയ കാത്തു നിന്നെന്ന് പറഞ്ഞു. അപ്പോ അച്ഛനെയും അമ്മയും കണ്ട അതിശയത്തെക്കാൾ ഉപരി തന്റെ ഏട്ടനെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ സന്തോഷമായിരുന്നു അർച്ചനയുടെ മുഖത്ത്. അതോടൊപ്പം തന്റെ അച്ഛനമ്മമാരെ കൂടി കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം നിൽക്കുമ്പോൾ നന്ദേട്ടൻ അർച്ചനയുടെയൊക്കെ പിന്നാലെ അവിടേക്ക് കയറി വന്നു.
നന്ദേട്ടനെ കണ്ടതും സ്നേഹ വേഗം ഓടിയെത്തി നന്ദേട്ട എന്ന് വിളിച്ച് നന്ദന്റെ അരികിലേക്ക് ചെന്ന് നന്ദനെ കെട്ടിപ്പിടിച്ചു. മോളെ സ്നേഹയെ എന്ന് വിളിച്ച് സ്നേഹയെ നന്ദൻ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നു. സന്ധ്യ ഡോക്ടറും അച്ഛനെയും ആ കാഴ്ച കണ്ട്, ആ പരസ്പര സ്നേഹം, ആ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ട് അർച്ചനയ്ക്കും വലിയ സന്തോഷമായി. എന്നാൽ ഈ സമയത്ത് ഇതിനെല്ലാം കാഴ്ചക്കാരായി നിന്ന ആതിരയ്ക്കും ഒപ്പം മീരയ്ക്കും ദയാനന്ദ മാഷിനും കമലേടത്തിക്കുമൊക്കെ ഒന്നും മനസ്സിലായില്ല. അവരെല്ലാം പരസ്പരം അതിശയത്തോടെ നോക്കുമ്പോൾ സ്നേഹ പറഞ്ഞു, ഏട്ടാ ഏട്ടന് ഇവിടെ ഇരിക്ക്, ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാം. ഉടനെ സേതുമാധവന്റെ റൂമിലേക്ക് കയറി വന്ന സ്നേഹ അച്ഛാ അച്ഛാ എന്ന് വിളിച്ചു. അവിടെ ബെഡിൽ കിടന്നിരുന്ന സേതുമാധവൻ കണ്ണു തുറന്നതും അച്ഛൻ വന്നേ, അവിടെ ആരാ വന്നിരിക്കുന്നതെന്ന്. നന്ദേട്ടൻ വന്നു വെച്ചാ. അത് കേട്ടതും സേതുമാധവൻ വേഗം അതിശയത്തോടെ ചാടി എഴുന്നേറ്റു. സത്യമാണോ എന്നറിയാനായി സേതുമാധവൻ വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി വരുന്നു. അച്ഛനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നന്ദൻ നിൽക്കുന്നത് കണ്ട് സേതുമാധവൻ അരികിലേക്ക് എത്തി എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് നന്ദനെ കെട്ടിപ്പിടിക്കുന്നു. മോനെ, ഇത്രയും നാളും നീ എവിടെയായിരുന്നടാ എന്ന് ചോദിച്ച് സേതുമാധവൻ വളരെ സ്നേഹത്തോടെ നന്ദനെ കെട്ടിപ്പിടിച്ചു. ഈശ്വര, ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയുമെന്ന്, ഈ ജന്മത്തിന് കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല പൊന്നുമോനെ എന്ന് പറഞ്ഞു സേതുമാധവൻ വളരെ സന്തോഷത്തോടെ നന്ദനെ കണ്ടതിന്റെ ആവേശത്തിൽ എന്ത് പറയണമെന്നറിയാതെ മകനെ കെട്ടിപ്പിടിച്ച് മകന് ഉമ്മ കൊടുത്ത് അച്ഛന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ലട മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന ദയാനന്ദ മാഷിനെയും കമലയെയും കണ്ടതോടെ സേതുമാധവൻ പറഞ്ഞു, വാടാ മോനെ. മാഷേ, കമലേ, ഇതാണ് എൻ്റെ മൂത്ത മകൻ, എൻ്റെ നന്ദൻ എന്ന് പറഞ്ഞ് നന്ദനെ അവർക്ക് പരിചയപ്പെടുത്തുന്നു. ഇത് സച്ചിയുടെ ഭാര്യയുടെ അച്ഛനമ്മമാരാണ് എന്ന് പറഞ്ഞ് കമലയെടുത്തെയും ദയാനന്ദ മാഷിനെയും പരിചയപ്പെടുത്തുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന സച്ചി നന്ദനെ കണ്ടതോടെ നന്ദേട്ട എന്ന് വിളിച്ച് സച്ചി അരികിലേക്ക് ഓടിയെത്തി. സച്ചിയെ കെട്ടിപ്പിടിച്ച് നന്ദൻ തന്റെ സന്തോഷം പങ്കുവച്ചു. എവിടെയായിരുന്നു ഏട്ടാ ഇത്രയും നാള് എന്ന് സച്ചി അന്വേഷിച്ചു. അപ്പോഴേക്കും മകനെ ദയാനന്ദ മാഷിനും കമലയെടുത്തേക്കും പരിചയപ്പെടുത്തിയ സന്തോഷത്തിലങ്ങ് നിൽക്കുമ്പോൾ ഇത് സന്ദീപിന്റെ ഭാര്യ ആതിര എന്ന് പറഞ്ഞ് ആതിരയും പരിചയപ്പെടുത്തി. അപ്പോഴേക്കും സന്ദീപും താഴേക്ക് ഇറങ്ങിയെത്തി. സന്ദീപ് നന്ദനെ കണ്ടതോടെ നന്ദേട്ട എന്ന് വിളിച്ച് സന്ദീപും നന്ദന്റെ അരികിലേക്ക് ഓടിയെത്തി. എടാ, ഇങ്ങനെ ഇത്രയും നാളും നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ കാണുമെന്നും ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ച് നിർത്തുന്ന ഈ ഒരു രംഗത്തിനായി എത്ര വർഷക്കാലമായി ഞാൻ കാത്തിരിക്കണമെന്നറിയുമോ എന്ന് ചോദിച്ചതും ഉടനെ സേതുമാധവൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, നീ മടങ്ങിയെത്തുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എങ്കിലും നിന്നെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുവാൻ കഴിയുമെന്നുള്ള ആശങ്കയിലായിരുന്നു ഞാൻ. സത്യത്തിൽ നിന്റെ ഈ തിരിച്ചു വരവ് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും, അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്ത ഒരാളുണ്ട് ഈ വീട്ടിൽ. അയാളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ മോൻ മടങ്ങിയെത്തിയത്, നിന്റെ ഭാര്യ അവന്തിക. അത് കേട്ടതും നന്ദന്റെ മുഖം പെട്ടെന്ന് മാറി. അതോടൊപ്പം അവന്തികയുടെ പേര് കേട്ടതോടെ അർച്ചനയുടെയും മുഖം മങ്ങുന്നു. ഉടനെ അർച്ചന കണ്ണുനീരണിഞ്ഞ് അങ്ങനെ വിഷമിച്ചങ്ങ് നിൽക്കുമ്പോൾ സേതുമാധവൻ പറഞ്ഞു, മോനെ, നിന്നെ കണ്ടാൽ അവൾക്ക് എത്ര സന്തോഷമാകുന്നോ എന്ന് പറഞ്ഞ് മോളെ അവന്തിക എന്ന് സേതുമാധവൻ വിളിച്ചതും അവന്തിക റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച സേതുമാധവന്റെ മുന്നിൽ നിൽക്കുന്ന ജീവനോട് നിൽക്കുന്ന നന്ദനെ കണ്ടതും അവന്തിക ആകെ ഞെട്ടലോടെ നോക്കി. സേതുമാധവൻ തന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിന്ന് തന്നെ രൂക്ഷമായി നോക്കുന്നത് കണ്ടതോടെ അവന്തിക ഇതോടെ എല്ലാം തകർന്നു ഈ നിമിഷം മുതൽ തന്റെ തകർച്ചയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു ഇനി എന്ത് സംഭവിക്കുക എന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചങ്ങൾ നിൽക്കുമ്പോൾ പിന്നാലെ റൂമിൽ നിന്ന് അനഘയും പുറത്തേക്കെത്തി. തന്റെ മുന്നിൽ നന്ദൻ നിൽക്കുന്നത് കണ്ട് അനഘ ഒന്നും അറിയാതെ വളരെ സന്തോഷത്തോടെ നന്ദേട്ട എന്ന് വിളിച്ചു. അനഘ അവൻ അങ്ങനെ വിളിക്കുമ്പോൾ അവനിക്ക് അപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ആശ്ചര്യപ്പെട്ടു വന്നു. ഉടനെ സേതുമാധവൻ അരികിലേക്ക് എത്തി പറഞ്ഞു, മോളെ, ദാ എൻ്റെ നന്ദൻ, എൻ്റെ പൊന്നുമോൻ വന്നു. നിന്റെ മുന്നിൽ പലപ്പോഴും നിൽക്കുമ്പോൾ ഒരു ഉത്തരം നൽകാനാകാതെ പലപ്പോഴും നിന്റെ ജീവിതത്തിന് എൻ്റെ മകൻ ഒരു കാരണക്കാരനായല്ലോ, നിന്റെ ഈ അവസ്ഥയ്ക്ക് എൻ്റെ മകൻ ഒരു കാരണക്കാരനായല്ലോ എന്ന കുറ്റബോധം പലപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാത്തിനും ഒരു പരിഹാരമായി എന്ന് പറഞ്ഞ് സേതുമാധവൻ നന്ദന്റെ അരികിലേക്ക് എത്തി. എന്തായാലും എൻ്റെ മോൻ മടങ്ങി വന്നല്ലോ, ഈശ്വരന്മാരെ എത്ര നന്ദി പറഞ്ഞാലും ഇതിന് മതിയാവില്ല എന്ന് പറഞ്ഞ് സേതുമാധവൻ അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ നന്ദൻ ഒന്നും മിണ്ടാതെ ഒരു വാക്ക് പോലും പറയാതെ നിന്നു. ഉടനെ സച്ചി അരികിലേക്ക് എത്തി ചോദിച്ചു, നന്ദേട്ടാ, ഇത്രയും വർഷക്കാലം നന്ദേട്ടൻ എവിടെയായിരുന്നു? അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, ഇത്രയും വർഷക്കാലം അത് ഞാൻ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. എന്തായാലും എനിക്ക് ഇവിടെ വരെ മടങ്ങിയെത്താമെന്നും എൻ്റെ കുടുംബത്തെ കാണാൻ കഴിയുമെന്നും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയും ആഗ്രഹവുമായിരുന്നു എന്നെ ജീവിക്കാനായി പ്രേരിപ്പിച്ചതും എന്നെ ഇവിടെ എത്തിച്ചതും. എന്നാൽ അച്ഛനോട് ഇവിടുന്ന് പിണങ്ങി ഇറങ്ങിപ്പോയത് ഉടനെ മടങ്ങി വരാമെന്നുള്ള ആ ചിന്താഗതിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഞാനിവിടുന്ന് പോയതിനു ശേഷം സംഭവിച്ചതൊക്കെ എനിക്ക് പോലും ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു വെച്ചാ എന്ന് അവന്തികയെ നോക്കി
നന്ദൻ അറിയിച്ചു. എല്ലാത്തിനും കാരണക്കാരി എന്റെ ഭാര്യ അവന്തിക തന്നെയാണ് എന്ന് നന്ദൻ വിളിച്ചു പറഞ്ഞതും അവന്തിക ആ വാക്കുകൾ കേട്ട് ഞെട്ടി നിന്നു. ഉടനെ അവന്തികയെക്കുറിച്ച് സേതു പെട്ടെന്ന് വെട്ടിത്തുറന്നെല്ലാം പറയും എന്നുള്ള ആ ആശങ്കയിലും ഭയത്തിലും അവന്തിക അങ്ങനെ നിൽക്കുമ്പോൾ നന്ദന്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും നന്ദൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാനാകാതെ ഒപ്പം ദയാനന്ദ മാഷും കമലെടുത്തിയും ഒക്കെ ഞെട്ടലോടെ നോക്കി. എന്താണ് നന്ദൻ പറഞ്ഞത്? ഇതിനെല്ലാത്തിനും പിന്നിൽ കാരണക്കാരി അവന്തികയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആകെ സംശയമായി. അവന്തിക അതോടെ ഇന്ന് തന്നെ എല്ലാവരും ഇല്ലാതാക്കുമെന്നുള്ള ആശങ്കയിൽ അവന്തിക ഭയന്ന് നിൽക്കുമ്പോൾ വേഗം നന്ദൻ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ, അച്ഛൻ പറഞ്ഞത് ഞാൻ മറ്റൊരു തരത്തിൽ പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഭാര്യയുടെ പ്രവൃത്തികൾ കൊണ്ടും അവളുടെ പ്രാർത്ഥനയുടെയും അവളുടെ കാത്തിരിപ്പിന്റെയും ഫലമാണ്. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന്റെ ജീവൻ തിരികെ കൊടുക്കാനും ജീവൻ എടുക്കാനുമുള്ള കഴിവുണ്ട് എന്ന്. അത് എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്കും അല്ലേ, എൻ്റെ ഭാര്യയുടെ ആ ഒരു കഴിവ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് നന്ദൻ പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ അവന്തിക ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നന്ദൻ വേഗം അവന്തികയെ കെട്ടിപ്പിടിച്ച് ശരിയല്ലേ എന്ന് പറഞ്ഞ് അവന്തികയെ നന്ദൻ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. ആ കാഴ്ച കണ്ട് എല്ലാവരും അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്തിക ആ ഞെട്ടല് മാറാതെ അങ്ങനെ നിൽക്കുമ്പോൾ അവന്തികയെ ചേർത്ത് പിടിച്ച് അവളുടെ ചെവിയോട് ചേർത്ത് നന്ദൻ പറഞ്ഞു, അതെ, ഇനി എല്ലാം അവസാനിക്കാൻ പോവാ. നീ പേടിച്ചു പോയോ? നിന്നെ ഞാൻ ഇപ്പോ കൊല്ലാൻ പോകുന്നു എന്ന് നന്ദൻ അവന്തികയോട് പറയുമ്പോൾ അവന്തിക പെട്ടെന്ന് നന്ദനെ തള്ളി മാറ്റുന്നു.